സ്റ്റഫ് കൊള്ളാം. മലയാളത്തിൽ റോക്കി ബോയ് എന്ന് പറയാം. അടിപൊളി. ഹോളിലോട് ലോ ഫുഡ് മേക്കിംഗ് ആണ്. വിഷയമാണ്. അടുത്ത 100 കോടി എന്തായാലും ആവും. ഉറപ്പാണ്. ഇതും മേളത് ഉറപ്പായിട്ടും. ഇത് മലയാളത്തിന്റെ റോക്കി ബോയ് ഉറപ്പായിട്ടും. അടിപൊളി, സൂപ്പർ. വയലൻസ് പറഞ്ഞാൽ ഇതാണ് വയലൻസ്, പക്ക വയലൻസ്. കണ്ടിട്ടൊക്കെ ഉണ്ട്. വയലൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ കൊറിയൻ പടം കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ എന്തായാലും ആദ്യമായിട്ടാണ്. നല്ല പടം, കുഴപ്പമില്ല. ഭയങ്കര വയലൻസ് ഒക്കെ ഉണ്ട്. വയലൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സ്കോറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതെ. തിയേറ്ററിൽ കണ്ടപ്പോൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ട്. വിഷയമാണ് പടം. വിഷയമാണ്. വയലൻസ് കണ്ടോണ്ടിരിക്കാം. റോക്കി ബോയ് അതറിയില്ല. ഇനി സെക്കൻഡ് ഹാഫ് കാണണം, എന്നാലേ അറിയാൻ പറ്റുമോ. ഇതുവരെ വിഷയമായിട്ടുണ്ട്. സ്റ്റോറിയൊക്കെ ഇച്ചിരി കണ്ടിട്ടുള്ള, എന്നാലും വയലൻസ് ഒക്കെ വിഷയമാണ്. നമ്മൾ നല്ല രീതിയിൽ കണ്ടോണ്ടിരിക്കും. മേക്കിംഗ് ഒക്കെ നല്ല രീതിയിട്ടുണ്ട്. നല്ല ബെസ്റ്റ് മേക്കിംഗ്, പ്രൊഡക്ഷൻ എല്ലാം നൈസാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം വിഷയമായിട്ട് ആക്ഷൻ ഫുള്ള് ഇതാണല്ലോ, ഫുള്ള് ബ്രൂട്ടലായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഉണ്ണിമുന്തൻ റോക്കി ബോയ് ആണെന്ന് വെച്ചാൽ കൊള്ളാം. എല്ലാം വിഷയമായിട്ട് ലാഗില്ലാതെ പോയി. പെട്ടെന്ന് ഇന്റർവ്യൂ പോലെ. സൂപ്പർ. ആക്ഷനൊക്കെ പൊളി. എല്ലാം വിചാരിച്ചിട്ടാ പോയ, അതിനുള്ള കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. കുഴപ്പമില്ല. വയലൻസ് ആണ്, പക്ഷേ ഒരു ഇമോഷണലാണ് പോകുന്നത്. പക്ഷെ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. കുഴപ്പമില്ല, പറയാം. അതിനേക്കാൾ ഇതിലൂടെ കൊള്ളാം. ആക്ഷൻസ് ഒക്കെ കൊള്ളാം. ബ്രൂട്ടലാ, അത്യാവശ്യം ബ്രൂട്ടലാ സെക്കൻഡ് ഹാഫ്. ഹായ് ഗായ്സ്, ഡെയിലി ടോപ്പ് 10 റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റിവ്യൂമായിട്ട് വന്നതാണ് മാർക്കോ ഇന്നാണ് റിലീസ് ചെയ്തത്. വളരെ ഗംഭീരമായ അഭിപ്രായമാണ് മാർക്കോ എന്ന സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നുണ്ടാകുന്നത്. ആ ഒരു സിനിമ എത്രത്തോളം അതിൻ്റെ മിഖായിൽ നിന്ന് ഉത്ഭവിച്ച സിനിമക്ക് അതിൻ്റെ എക്സ്ട്രീംലി അതിന്റെ കഥയേക്കാൾ വയലൻസിന് പ്രാധാന്യം കൊടുത്താണ് മാർക്കോ എന്നൊരു സിനിമ കേരളത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്തത്. അപ്പൊ സിനിമയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ സിനിമ വിക്കിപീഡിയയിലേക്ക് പോയി. നമ്മൾ സിനിമ എപ്പോഴാണ് റിലീസ്? 20 ഡിസംബർ 2024. അപ്പോ ഡീറ്റെയിലിംഗ് വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. സിനിമ കാണണം. നമുക്കിന്ന് റിലീസ് ചെയ്തത് കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് വിശദീകരിക്കാം. ഉണ്ണിമുകുന്ദൻ ആസ് മാർക്കോ, ഡയറക്റ്റഡ് ബൈ അനീഫ് ആദനി, പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ് ആണ്. സിനിമ ഇന്ന് കാലത്ത് ഇറങ്ങി. 144 മിനിറ്റ് ഈ ഒരു സിനിമ ഉണ്ടാവും. ലാംഗ്വേജ് മലയാളം. 30 കോർ ബഡ്ജറ്റിൽ ഇറക്കുന്ന ഈ ഒരു സിനിമ വേൾഡ് വൈഡായി ഇറങ്ങുന്ന എല്ലാ ഭാഷകളിലും പല ലാംഗ്വേജിലായി ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. പലരും, റിയാസ് ഖാൻ ഉൾപ്പെടെ, ജിനു ജോസഫ്, ശ്രീജിത്ത് രവി, കബീർ ദുഹാൻ സിംഗ്, രവി ബസൂർ, ഷമീർ മുഹമ്മദ്, ഉണ്ണിമുകുന്ദൻ, ജഗദീഷ് സിദ്ധി, അൻസൺ പോൾ, ഇങ്ങനെ പല പേർ ഈ ഒരു സിനിമ കാറ്റഗറിയിൽ മാർക്കോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ഒരു സിനിമയാണ്. മാർക്കോയുടെ പ്രതികരണവും നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു ക്ലിപ്പ് വീഡിയോ നമ്മൾ കണ്ടു. മാർക്കോ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിട്ട് തന്നെ
ഇപ്പൊ മാർക്കോ എന്നൊരു സിനിമയെ കുറിച്ച് ഒരുപാട് അപ്ഡേറ്റ് ഒന്നും നമുക്കിനി തരാനില്ല. കാരണം മാർക്കോ എങ്ങനെയായിരിക്കണം, മിഖായിലെ നായകനെക്കാട്ടിയും വില്ലനായ മാർക്കോ ആണ് ആ കഥാപാത്രം ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ പ്രാധാന്യം മാർക്കോ എന്ന ക്യാരക്ടറിനാണ്. ഒരു KGF മോഡൽ സിനിമയായിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. വളരെ പ്രതീക്ഷയാണ്, വളരെ ആകാംക്ഷയാണ് ഈ സിനിമ കാണാൻ. ഇതൊരു വലിയൊരു ഹിറ്റാകും, വലിയൊരു പ്രതീക്ഷ എല്ലാവർക്കും. ഈ ഒരു സിനിമ എന്ന കോൺസെപ്റ്റില് മാർക്കോ ഒരു KGF മോഡൽ സിനിമയാകും എന്നതാണ് എൻ്റെയും ഒരു അഭിപ്രായം. കാരണം മാർക്കോക്ക് അതിൻ്റെതായ ഒരു സ്ട്രെങ്ത് ഉണ്ട്. ജസ്റ്റ് ഫോർ മാർക്കോ എന്ന സിനിമ അങ്ങനെയാണ് നമ്മുടെ മുന്നിൽ എത്തപ്പെട്ടത്. മാർക്കോ എന്ന സിനിമക്ക് അങ്ങനൊരു കഥയും കൂടി പറയാൻ പറ്റും. കാരണം മാർക്കോ ഈസ് ഒരു ഗാങ്സ്റ്റർ മൂവി, ഒരു KGF റോൾ മൂവി തന്നെയാണ്. അങ്ങനെയാണ്, അതിനുവേണ്ടി അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചോരക്കളം ഒഴുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ തിയേറ്ററിൽ ഒരു പൂരപ്പറമ്പാവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഉൾക്കാഴ്ച. നമുക്കത് ആ ഒരു പ്രതീക്ഷയോടെ തിയേറ്ററിൽ പോയി തന്നെ എല്ലാവരും കാണുക, എല്ലാവരും സിനിമ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫോർ എവർ. താങ്ക്സ് ഫോർ വാച്ചിങ്.